മുഖ്യമന്ത്രി വി ഡി സതീശിനെതിരെ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കൾ. RSSകാർ ഉൾപ്പെടെയുള്ളവർ പ്ലീഡർ പട്ടികയിൽ കയറിക്കൂടിയത് വി ഡി സതീശന്റെ താൽപര്യപ്രകാരമാണെന്നാണ് വിമർശനം. വി ഡി സതീശൻ തന്നെ നിയമിച്ച സ്റ്റേറ്റ് അറ്റോർണി അനൂപ് നായരാണ് പ്ലീഡർ ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം സ്വന്തം തലയിൽ പേറിയാൽ മതിയെന്നും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു തൊഴുപ്പാടൻ പറഞ്ഞു. വിവാദ സർക്കാർ പ്ലീഡർ നിയമനത്തിൽ തർക്കങ്ങളും ഭിന്നതയും രൂക്ഷമാവുകയാണ്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ശുപാർശ ചെയ്തവരെയാണ് പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ തലയൂരാൻ ശ്രമിച്ചത്. പക്ഷേ ലോയേഴ്സ് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ഇതിനെതിരെ രംഗത്തു വരുന്നു. വി ഡി സതീശൻ തന്നെ നിയമിച്ച സ്റ്റേറ്റ് അറ്റോർണിയായ അനൂപ് നായരാണ് പ്ലീഡർ ലിസ്റ്റ് തയ്യാറാക്കിയത്. ഇതിൽ RSSകാർ ഉൾപ്പെടെ കയറിക്കൂടിയത് വി ഡി സതീശന്റെ തന്നെ താൽപര്യപ്രകാരമാണെന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു തൊഴുപ്പാടൻ പറഞ്ഞു. സതീശന്റെ സ്വന്തം ആളെന്ന നിലയ്ക്കാണ് അദ്ദേഹം എപ്പോഴും പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് അറ്റോർണി ആയി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെക്കാൾ വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകർ ലോയേഴ്സ് കോൺഗ്രസിലുണ്ട്. അദ്ദേഹത്തെ സ്റ്റേറ്റ് അറ്റോർണി ആക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യമാണ്. CMന്റെ ഓഫീസിൽ വെച്ചിട്ട് ഈ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് അനൂപ് നായർ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം മാത്രമാണ്, അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം, പിന്നെ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആളുകൾ പറഞ്ഞ ആളുകളുടെയും കൂടെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ടാകും. സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരെ ഒഴിവാക്കി RSSകാർ ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രി വി ഡി സതീശനെ അനുകൂലിച്ച സംഘടനയുടെ മുൻ പ്രസിഡന്റ് VS ചന്ദ്രശേഖരനും രംഗത്തെത്തി. അങ്ങനെ കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതിലില്ല. കാരണം കൊടുക്കുന്ന ലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റാണ്. പ്ലീഡർ നിയമനത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായതിന് പിന്നാലെയാണ് ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വിമർശനം കടുപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അഭിഭാഷക കോൺഗ്രസിൽ ആഭ്യന്തര സംഘർഷങ്ങൾ തുടരുകയാണ്. സ്ഥാനം കിട്ടുന്നവരും കിട്ടാത്തവരും തമ്മിൽ നല്ല ഭിന്നത തുടരുകയാണ് അല്ലേ? ഷമ്മി, അങ്ങനെ കേവലം അങ്ങനെ മാത്രം പറയാവുന്നൊരു കേസല്ല. അതിനപ്പുറം വലിയ ഇഷ്യൂ ആണിത്. കാരണം കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത ഒരു വശത്തുണ്ട്. ഒപ്പം തന്നെ ഈ ഗവൺമെൻറ് പ്ലീഡർമാരായി RSS അനുഭാവികൾ വരെ കയറിക്കൂടിയ ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ കലാപമായി പടർന്നിട്ടുണ്ട്. ആ കലാപം അവരുടെ പോഷക സംഘടനകളിലൊന്നായ ലോയേഴ്സ് കോൺഗ്രസിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് KSU ഒരു പക്ഷത്ത് നിൽക്കുകയും KSU സംസ്ഥാന അധ്യക്ഷനെ കാണാതിരിക്കുകയും ഒടുവിൽ കാണാൻ അനുമതി നൽകുകയും ഒക്കെ ചെയ്ത സാഹചര്യം നമുക്കറിയാം. അപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ നിയമനം എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായി കോൺഗ്രസിനുള്ളിൽ മാറി. അതിന് കാരണം തൻ്റെ ഇഷ്ടപ്രകാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ നിയമനങ്ങൾ തന്നെയാണ്. തൻ്റെ ഇഷ്ടപ്രകാരം എന്ന് പറയുമ്പോൾ അതിൽ RSSകാർ വന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൽ നേരത്തെ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു ചൂണ്ടിക്കാട്ടിയതുപോലെ അനൂപ് വി നായർ എന്ന് പറയുന്ന പറവൂർ സ്വദേശിയായ മുൻപ് വി ഡി സതീശൻ്റെയൊക്കെ കേസ് നടത്തിക്കൊണ്ടിരുന്ന, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പും പ്രതിപക്ഷ നേതാവൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഈ ചിത്രത്തിലുണ്ട്. അത് അനൂപ് വി നായരാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ഉന്നത പദവി നൽകി, സ്റ്റേറ്റ് അറ്റോർണി എന്ന പദവി നൽകിയിട്ടുണ്ട്. അതായത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ സമാന തസ്തിക, സമാന ശമ്പള നിരക്കൊക്കെയുള്ള ഒരു തസ്തികയാണ് സ്റ്റേറ്റ് അറ്റോർണി എന്ന് പറയുന്നത്. അത്ര പ്രൗഢഗംഭീരമായ ഒരു പദവി നൽകി താരതമ്യേന ജൂനിയറായ അനൂപിനെ വി ഡി സതീശൻ പ്രത്യേക താല്പര്യമെടുത്ത് നിയോഗിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ അനൂപ് നായർക്ക് കാര്യമായ കോൺഗ്രസ് പശ്ചാത്തലമൊന്നുമില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് ഈ സമീപകാലത്ത് സതീശനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു സമീപകാലത്ത് ഹൈക്കോടതിയിൽ അവരുടെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു ബന്ധമില്ല. പക്ഷേ ഇവിടെ 100-100-ലധികം ഗവൺമെൻറ് പ്ലീഡർമാർ, സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ, സീനിയർ, സാധാ GPമാർ, ഇവരെല്ലാം കൂടെ 120ഓളം വരും. അത് ഇവർ 9 എണ്ണം വർദ്ധിപ്പിച്ച് 130-ന് മുകളിൽ പോയിട്ടുണ്ട്. ആ പട്ടിക മുഴുവൻ തയ്യാറാക്കിയതിൽ ഈ അനൂപ് വി നായരാണ് നിർണായകമായി പങ്കുവഹിച്ചത്. മറ്റ് ചില ആരോപണങ്ങളൊക്കെ ഹൈക്കോടതി പരിസരത്ത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി കേൾക്കുന്നുണ്ട്. ഈ സർക്കാർ വരും എന്ന് തോന്നിയ ആ നിമിഷം, UDF സർക്കാർ വരും, സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് തോന്നിയ നിമിഷം തന്നെ അതിനുവേണ്ടിയുള്ള ധനസമാഹരണം ചില ആളുകൾ ഇവിടെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ആ ധനസമാഹരണ നേതൃത്വം നൽകിയ ആളാണ് ഈ അനൂപ് വി നായർ എന്ന് ലോയേഴ്സ് കോൺഗ്രസ് തന്നെ ഒരു ഘട്ടത്തിൽ ആരോപിച്ചിരുന്നു. അതെന്തെങ്കിലും ആകട്ടെ, അങ്ങനെ അനൂപ് വി നായരും വി ഡി സതീശനും ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയ ഒരു പട്ടിക, ആ പട്ടികയാണ് GPമാരായി വന്നത്. ആ പട്ടികയിലാണ് തൃശ്ശൂരുകാരൻ തനി RSS ആയ സംഘപരിവാറായ ശരത്ത് എന്ന് പറഞ്ഞ അയാൾ കയറിക്കൂടിയത്. ആ വിഷയത്തിലാണ് ലോയേഴ്സ് കോൺഗ്രസ് 2 അറ്റത്തായി നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവന തിരുവനന്തപുരത്തു നിന്ന് വന്നിരുന്നു.
ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് പി കെ റഹ്മാൻ, ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം അതിനിശ്ചിതമായ വിമർശനമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ നടത്തിയത്. കാരണം ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നാണ് ഞാൻ ജി പിമാരെ എല്ലാം നിയോഗിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു രേഖ ഉയർത്തിക്കാട്ടിയിരുന്നു, ഒരു പേപ്പർ, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലെറ്റർ ഹെഡ്, അതായത് അവർ നൽകിയ പാനൽ. ആ പാനലിൽ നിന്നേ അല്ല, ഈ അനൂപ് വി നായർ എന്ന് പറയുന്ന സതീശൻ്റെ അടുപ്പക്കാരനായ സ്റ്റേറ്റ് അറ്റോർണി തയ്യാറാക്കിയ പാനലിൽ നിന്നാണ് നിയമനം നടന്നിരിക്കുന്നത് എന്ന മറുപടിയാണ് അന്ന് പി കെ റഹ്മാൻ എന്ന് പറയുന്ന ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നൽകിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു തൊഴുപ്പാടൻ ഇന്നലെ പറഞ്ഞത് സമാന സാഹചര്യം തന്നെയാണ്. തന്നിഷ്ടപ്രകാരം സതീശൻ ആളുകളെ നിയമിച്ചു. അതിനുവേണ്ടി ചരടുവലി നടത്തിയത് ഈ അനൂപ് വി നായരാണ്. അനൂപ് വി നായർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യങ്ങൾ സതീശൻ്റേതും കൂടിയാണ്. അങ്ങനെ രണ്ടുപേരും ചേർന്നിരുന്ന് കുറേ ആളുകളെ നിയോഗിച്ചു. അവർ കോൺഗ്രസ്സുകാരൊന്നും ആയിരുന്നില്ല, തൻ്റെ ഇഷ്ടപ്രകാരം നിയോഗിച്ചതിൽ RSSകാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സാബു തൊഴുപ്പാടൻ പറഞ്ഞത്. ഇപ്പോൾ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത് ഇതിനൊരു മുൻപൊരു സംസ്ഥാന പ്രസിഡന്റ് ഒരു ചന്ദ്രശേഖരൻ ഇതിനിടെ രംഗപ്രവേശം ചെയ്തു. അദ്ദേഹം മുമ്പ് കെ സുധാകരൻ്റെ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ്റെ ഗ്രൂപ്പുകാരനാണ്, വളരെ അടുപ്പക്കാരനാണ്. അന്ന് സതീശനുമായിട്ട് ഉടക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ ദുർബലനാവുകയും സംഘടനയ്ക്കുള്ളിൽ നിശബ്ദനാകേണ്ട സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ സതീശൻ്റെ കൂടി ചന്ദ്രശേഖരൻ, പഴയ പ്രസിഡന്റ്, ഇപ്പോൾ സതീശനെ ന്യായീകരിച്ച് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അതാണ് പൊതു സാഹചര്യം. അപ്പം ഇത് ലോയേഴ്സ് കോൺഗ്രസിനുള്ളിലുണ്ടായ കേവലമായ ഒരു ആഭ്യന്തര തർക്കമല്ല, ഇത് ഏറ്റവും സുപ്രധാനമായ സംസ്ഥാനത്തെ ഭരണനിർവഹണം, നീതി നിർവഹണം, കോടതികൾ ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനത്തിൽ RSSകാർ കയറിക്കൂടി എന്നുള്ള മർമ്മപ്രധാനമായ ഇഷ്യൂ ആണ് ഈ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ഇഷ്യൂവിൽ കൃത്യമായ വിശദീകരണം ഇതുവരെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നാണെന്നാണ്. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വാർത്താ സമ്മേളനം നടത്തുകയും പത്രക്കുറിപ്പ് ഇറക്കുകയും അത് നിഷേധിച്ചു. ഞങ്ങൾ നൽകിയ പട്ടികയല്ല, പകരം അനൂപ് വി നായർ എന്ന് പറയുന്ന ആരും അറിയാത്തൊരു കോൺഗ്രസ്സുകാരൻ, അദ്ദേഹത്തെ പിന്നീട് സ്റ്റേറ്റ് അറ്റോർണി ആക്കി നേരത്തെ പറഞ്ഞിരുന്നു. ഉന്നത പദവിയാണത്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ സമാന തസ്തികയാണ്, സമാന ശമ്പള സ്കെയിലാണ്, വലിയ പദവിയാണ്. അങ്ങനെ വളരെ ജൂനിയറായ, അതിനേക്കാൾ എത്രയോ സീനിയർ അഭിഭാഷകർ ഈ കേരള ഹൈക്കോടതിയിലുണ്ട്. കോൺഗ്രസ് അനുഭാവികളായിട്ട് തന്നെ, ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ തന്നെ, അവരെയൊക്കെ തഴഞ്ഞ് അനൂപ് വി നായർ നിയമിക്കുന്നു. അതിലൊക്കെ വളരെ ദുരൂഹതയുണ്ട്. ഇതിനു മുമ്പ് നടന്ന പണപ്പിരിവിലൊക്കെ ഈ കോക്കസാണ് പ്രവർത്തിച്ചത് എന്ന് ലോയേഴ്സ് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതല്ല, അക്ഷരാർത്ഥത്തിൽ ചീഞ്ഞു നാറുകയാണ് ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുണ്ടായ ആഭ്യന്തര കലഹം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വരും ദിവസങ്ങളിൽ അത് മൂർച്ഛിക്കും. അതുവരെ സതീശൻ നിശബ്ദത തുടരും. ഏതായാലും മറ്റന്നാൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നൽകും? കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്ലീഡർ നിയമനത്തിന് രേഖ ഉയർത്തിക്കെട്ടത്. ആ രേഖ തെറ്റാണെന്ന സംഘടന തന്നെ വിശദീകരിച്ച സ്ഥിതിക്ക് എന്തു മറുപടിയാണ് മുഖ്യമന്ത്രി? തീർച്ചയായും സാലി, അത് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി അന്ന് ഒരു പേപ്പർ ഉയർത്തി കാണിച്ചിരുന്നു. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റാണ് താൻ അംഗീകരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അതിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള മറുപടി മുഖ്യമന്ത്രി തീർച്ചയായും നൽകും എന്ന് പ്രതീക്ഷിക്കാം.